ഹലോ ഗൈസ്, നമസ്കാരം എല്ലാവർക്കും. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീനാണ് കേട്ടോ. പതിവ് പോലെ എല്ലാവരും ചെയ്യുന്ന പോലെ രാവിലെ പല്ല് തേപ്പിലാണ് എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പല്ലൊക്കെ നമ്മൾ ഒരുപാട് നേരം തേച്ചുകൊണ്ടിരുന്ന് ഇനാമലൊന്നും കളയരുതെന്നാണ് കേട്ടോ വിദഗ്ധരുടെയൊക്കെ അഭിപ്രായം. മാക്സിമം 1 to 2 minutes ആണ് നമ്മൾ പല്ല് തേക്കാൻ വേണ്ടി എടുക്കേണ്ടതെന്നാണ് പറയാറുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പോകുന്നത് നേരെ ഫേസ് വാഷിലേക്കാണ്. ഇപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എവർ യൂത്തിൻ്റെ നീം എന്ന ഫേസ് വാഷാണ്. നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റാണ്, അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് കിട്ടും. അതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു ഫേസ് വാഷ്. അപ്പോൾ അത് വെച്ചിട്ട് നല്ല രീതിയിൽ ഫേസ് ഒന്ന് വാഷ് ചെയ്യുന്നു. ഒരിക്കലും സോപ്പ് ഞാൻ യൂസ് ചെയ്യാറില്ല. കുറേ നാളുകൾക്ക് മുമ്പൊക്കെ സോപ്പൊക്കെ ഇടയ്ക്ക് യൂസ് ചെയ്യുമായിരുന്നു. പക്ഷേ പിന്നീട് മനസ്സിലായി സോപ്പിനേക്കാൾ എന്തുകൊണ്ടും നമ്മുടെ സ്കിന്നിന് നല്ലത് ഫേസ് വാഷാണെന്ന്. അങ്ങനെ ഫേസ് വാഷ് കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ ഒന്ന് ഒപ്പിയെടുക്കണമല്ലോ, മുഖത്തെ ഈർപ്പമൊക്കെ. അപ്പോൾ എപ്പോഴും ഓർക്കുക, നമ്മൾ ഒരു സോഫ്റ്റ് ടവൽ ഉപയോഗിച്ചിട്ട് പതിയെ ഇങ്ങനെ ഒപ്പിയെടുക്കാനേ പാടുള്ളൂ കേട്ടോ. ഭയങ്കരമായിട്ട് ഉരച്ച് വലിച്ചൊക്കെ സ്കിന്നിന് സ്ട്രെയിൻ കൊടുക്കരുത്. സ്കിന്നെന്ന് പറയുന്നത് നമ്മൾ ശരിക്കും കെയർ ചെയ്യേണ്ട ഒന്നാണ്. നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം, ദ ലാർജസ്റ്റ് ഓർഗൻ ഇൻ അവർ ഹ്യൂമൻ ബോഡി. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ സ്കിന്നിന് കൊടുക്കേണ്ടത്. അതിനെ സംരക്ഷിക്കുക, കെയർ ചെയ്യുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി ഞാൻ പോകുന്നത് എൻ്റെ കണ്ണിൻ്റെ പോർഷനിലേക്ക് കുറച്ച് കൺമഷി ഇങ്ങനെ ബാക്കിയിരിക്കുന്നു എന്നൊരു സംശയം. അപ്പോൾ ക്ലെൻസർ യൂസ് ചെയ്ത് ആ പോർഷൻ മാത്രം ഞാനൊന്ന് തുടച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. നോർമലി ക്ലെൻസർ നമ്മൾ യൂസ് ചെയ്യുന്നത് മേക്കപ്പൊക്കെ ഇട്ട് പുറത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ മുഖം ക്ലീൻ ചെയ്യാനാണ്. പക്ഷേ ഇപ്പോൾ ആ കൺമഷി പോർഷൻ കളയാനാണ് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ എടുത്തത് ആയുറിൻ്റെ ടോണറാണ്. ടോണർ നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ മുഖം ഒന്നുകൂടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കും, പോസൊക്കെ ഓപ്പൺ ആക്കാനായിട്ട് സഹായിക്കും. അതുകൊണ്ട് തന്നെ തുടർന്ന് നമ്മളിടുന്ന എന്ത് മോയ്സ്ചറൈസർ ആയാലും എന്തായാലും നമ്മുടെ സ്കിന്നിലേക്ക് കൂടുതൽ അബ്സോർബ് ചെയ്യാനായിട്ട് അത് സഹായിക്കും. അപ്പോൾ ഇനി ഞാൻ പോകുന്നത് നേരെ വാസലിൻ ഹെൽത്തി ബ്രൈറ്റ് ഡെയിലി ബ്രൈറ്റനിങ് ഈവൻ ടോൺ ലോഷനിലേക്കാണ്. ഇതാണ് ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഒരു മോയ്സ്ചറൈസറും എൻ്റെ ഒരു സൺസ്ക്രീനും ഒക്കെ തന്നെ. ശരിക്കും വളരെ ഹൈഡ്രേറ്റിംഗ് ആയിട്ട് നമ്മുടെ സ്കിന്നിനെ മാറ്റാൻ, സോഫ്റ്റ് ആൻഡ് സപ്പിളായിട്ട് മാറ്റാനായിട്ട് ഇത് എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. നല്ല സ്മെല്ലുമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഹെയർ ഒന്ന് കോംബ് ചെയ്യാണ്, ബ്രഷ് ചെയ്യാണ്. അപ്പോൾ തലയുടെ ഭാഗത്തെയും രക്തോട്ടമൊക്കെ ഒന്ന് വർദ്ധിക്കട്ടെ എന്ന് കരുതി പിന്നെ ഈ വരമ്പ് വരയ്ക്കും ഞാൻ. എന്തിനാണെന്നല്ലേ, എൻ്റെ ഏറ്റവും ഫേവറേറ്റ് മേക്കപ്പ് ഐറ്റം ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക് ഒന്ന് അവിടെ ഒന്ന് ഫില്ല് ചെയ്യും. പിന്നെ മസ്കാര, പിന്നെ കുഞ്ഞൊരു പൊട്ട്. ഇത് ഇത്രയും ആയാൽ എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ കംപ്ലീറ്റ് ആവും. ഓക്കെ, ബൈ.